7 പേർക്ക് പുതുജീവൻ നൽകിയ അനീഷിന് നന്ദിയോടെ യാത്രാമൊഴിയേകി കോട്ടയം മെഡിക്കൽ കോളേജിലെ ജീവനക്കാർ പുഷ്പങ്ങൾ അർപ്പിച്ചാണ് ഡോക്ടർമാരും നഴ്സുമാരും അനീഷിന് വിട ചൊല്ലിയത്. ആശുപത്രി സുരക്ഷാ ഉദ്യോഗസ്ഥർ ഗാർഡ് ഓഫ് ഓണർ നൽകി. തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമിലെ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസറാണ് AR അനീഷ്. ശബരിമല ദർശനത്തിന് ശേഷം മടങ്ങുന്നതിനിടെ തലയിടിച്ചു വീണാണ് അനീഷ് അപകടത്തിൽപ്പെട്ടത്. ബുധനാഴ്ച മസ്തിഷ്കമരണം സംഭവിച്ചതോടെ അവയവദാനത്തിന് ബന്ധുക്കൾ തയ്യാറായി. ഹൃദയം, ശ്വാസകോശങ്ങൾ, വൃക്കകൾ, കൈപ്പത്തികൾ, നേത്രപടലങ്ങൾ എന്നീ അവയവങ്ങളാണ് നീക്കം ചെയ്തത്. കരൾ, പാൻക്രിയാസ് എന്നിവയും നൽകാൻ തയ്യാറായിരുന്നെങ്കിലും അവ ഉചിതമല്ലെന്ന മെഡിക്കൽ സംഘത്തിന്റെ വിലയിരുത്തലിൽ മാറ്റിവെക്കുകയായിരുന്നു. ബുധനാഴ്ച വൈകിട്ട് 6 മണിയോടെ ശസ്ത്രക്രിയാ നടപടികൾ ആരംഭിച്ചു. 2011 ജോലിയിൽ പ്രവേശിച്ച അനീഷ് ട്രെയിനിംഗ് സമയത്ത് തന്നെ അവയവദാനത്തിനുള്ള സമ്മതപത്രം നൽകിയിരുന്നു. നിരവധി പേർക്ക് ജീവനേകിയാണ് അനീഷ് ലോകത്തോട് വിട പറഞ്ഞത്. അവയവങ്ങൾ സ്വീകരിക്കുന്നവരെല്ലാം ആരോഗ്യത്തോടെ ജീവിക്കണമെന്നാണ് ആഗ്രഹമെന്ന് അനീഷിന്റെ സഹോദരിമാരായ ലക്ഷ്മിയും അഞ്ജുവും പറഞ്ഞു. ചേട്ടൻ നേരത്തെ അവയവദാനത്തിന്റെ ഒരു ഒപ്പിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ അടുത്ത് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ മരണശേഷം അവയവം ദാനം ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഡോക്ടർ ചോദിച്ചപ്പോൾ ഞങ്ങൾക്കത് ഓർമ്മ വന്നു. പുള്ളിയുടെ ആഗ്രഹം നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തതാണ്. അവനിലൂടെ കുറച്ച് പേർക്ക് ജീവൻ കിട്ടുവാണെങ്കിൽ അതൊരു വലിയ പുണ്യമായിട്ട് തോന്നി. എന്തായാലും ഞങ്ങൾക്കൊരു ജീവൻ നഷ്ടമായി. അതുവഴി വേറെ കുറച്ച് പേർക്ക് ജീവൻ കിട്ടുവാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. അവനിലൂടെ കുറച്ച് പേര് ജീവിക്കുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് അതിനുവേണ്ടി താല്പര്യപ്പെട്ടത്. പിന്നെ ഡോക്ടറിൻ്റെയൊക്കെ മെൻ്റൽ സപ്പോർട്ട്, അവരുടെ ടീമിൻ്റെ മെൻ്റൽ സപ്പോർട്ട് എല്ലാം കൊണ്ടും ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റും. അന്തിമോപചാരത്തിന് ശേഷം തിരുവനന്തപുരത്ത് എത്തിച്ച മൃതദേഹം രാത്രിയോടെ സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.